ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 1-ലെ ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിറ്റ് 1-ന്റെ പേരെന്താണ്? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഹോങ് ഹോങ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? ഒരു ബസ്സിന്റെ ഹോണാണ്. ടൂട്ട് ടൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാറിന്റെ ഹോണാണ്. അപ്പോൾ ഹോങ് ഹോങ് എന്ന് വെച്ചാൽ എന്താണ്? ബസ്സിന്റെ ഹോണ്. ടൂട്ട് ടൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? കാറിന്റെ ഹോണ്. ഈ പാഠത്തിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഒക്കെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യും? വാഹനങ്ങളെ ആശ്രയിക്കും അല്ലേ? വണ്ടിയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്താൻ പറ്റും അല്ലേ? ഈ യൂണിറ്റില് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? വാഹനങ്ങളെ കുറിച്ചാണ്, വെഹിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വലിയ വാഹനങ്ങളുണ്ടാവും, ചെറിയ വാഹനങ്ങളുണ്ടാവും, അവയ്ക്ക് നിറങ്ങൾ കാണും അല്ലേ? കളറുകളൊക്കെ കാണും, അതിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് യൂണിറ്റ് 1 എന്താന്ന് നോക്കിയാലോ? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. അപ്പൊ നമ്മൾ പഠിച്ചല്ലേ, ഒരു ബസ്സിന്റെ ഹോണും ഒരു കാറിന്റെ ഹോണും ആണെന്ന് നമ്മൾ പഠിച്ചല്ലേ. ഇനി അവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ടോ? ലുക്ക് അറ്റ് ദ പിക്ചർ. ആ ചിത്രത്തിൽ ഒന്ന് നോക്കിക്കേ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ആ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? നോക്കിയേ, എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? എ ബസ് ആൻഡ് എ കാർ അല്ലേ? ഒരു ബസ്സും ഒരു കാറും കാണാൻ പറ്റുന്നുണ്ടല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ചിത്രത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, നന്നായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു പോലീസ് ഓഫീസറെ കാണുന്നുണ്ടോ നിങ്ങള്? നോക്കിക്കേ, ആ മരത്തിന്റെ ചോട്ടില് ഒരു പോലീസ് ഓഫീസർ ഇരിക്കുന്ന കണ്ടോ? കണ്ടല്ലേ? പിന്നെ ഇത് കൂടാതെ വേറെ ആരൊക്കെയുണ്ട്? ഹൂ ആർ ദെയർ ഇൻ ദ പിക്ചർ? ആരൊക്കെയാണ് പിക്ചറിലുള്ളത് നോക്കിക്കേ? ബസ്സും പോലീസ് ഓഫീസറും ഒന്നും കൂടാതെ വേറെ ആരൊക്കെയുണ്ട് പിക്ചറില്? എ കോക്ക്, എ ഹെൻ ആൻഡ് എ റാറ്റ്. എ കോക്ക്. കോക്ക് എന്ന് വെച്ചാൽ എന്താണ്? പൂവൻ കോഴി. പൂവൻ കോഴിക്കാണ് നമ്മൾ കോക്ക് എന്ന് പറയുന്നത്. COCK. കോക്ക്. പിടക്കോഴിക്ക് എന്താണ് പറയുന്നത്? ഹെൻ അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ പിടക്കോഴിയും പൂവൻ കോഴിയും ഒക്കെ കാണും അല്ലേ? പിടക്കോഴിക്ക് എന്താണ്? ഹെന്ന്. പൂവൻ കോഴിക്ക് എന്താണ് പറയുന്നത്? കോക്ക്. COCK. ഹെന്നിന്റെ സ്പെല്ലിംഗ് എന്താണ്? HEN. ആൻഡ് പിന്നെ എന്താണ് കാണാൻ സാധിക്കുന്നത് നമുക്ക്? ഒരു എലീനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? എലിയുടെ ഇംഗ്ലീഷ് എന്താണ്? റാറ്റ്. RAT. റാറ്റ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? എ റോഡ് അല്ലേ? ഒരു റോഡ് കാണാൻ പറ്റുന്നുണ്ട്. എ കാർ. ഒരു കാറ് കാണാൻ പറ്റുന്നുണ്ട്. എ ബസ്. ബസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്തുണ്ട്? കുറച്ചു മരങ്ങൾ അല്ലേ? സം ട്രീസ്. കുറെ മരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സം ട്രീസ്. അപ്പോൾ ഈ പേജ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ? എന്തൊക്കെ വേർഡ്സുകൾ നമ്മൾ പഠിച്ചു? ഹോങ് ഹോങ് ബസ്സിന്റെ ഹോൺ, ടൂട്ട് ടൂട്ട് കാറിന്റെ ഹോൺ, കോക്ക് എന്ന് വെച്ചാൽ പൂവൻ കോഴി, ഹെൻ എന്ന് വെച്ചാൽ പിടക്കോഴി, മൗസ് അല്ലെങ്കിൽ റാറ്റ്. ഇത് രണ്ടിന്റെ അർത്ഥം എന്താണ്? എലി. പിന്നെ ട്രീ എന്ന് വെച്ചാൽ എന്താണ്? മരം. കളറുകൾ അല്ലെ? പല കളറുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കളർ എന്ന് വെച്ചാൽ എന്താണ്? നിറം. പിക്ചർ. പിക്ചർ എന്നുള്ള വാക്കും പഠിച്ചിരിക്കുക. പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രം അല്ലേ? നമ്മളൊരു പടം കാണുമ്പോൾ, ചിത്രം കാണുമ്പോൾ അതിന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് എന്ത്? പിക്ചർ. വാക്ക് ഓർത്തിരിക്കണം. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചർ എന്നായിരിക്കും കാണുന്നത്. അപ്പൊ പിക്ചറിൽ നോക്കാൻ, ചിത്രത്തിൽ നോക്കുക എന്നാണ് അർത്ഥം. അപ്പം പിക്ചർ. പിക്ചർ എന്ന് വെച്ചാൽ എന്താണ്? ചിത്രം. ഇനി അവിടെ അതിന്റെ തൊട്ട് താഴെ എന്താണ് കൊടുത്തിരിക്കുന്നത്? കംപ്ലീറ്റ് ദ ആക്ടിവിറ്റീസ് 1 to 4 ഇൻ ബീഹൈവ് ആക്ടിവിറ്റി ബുക്ക്. ബീഹൈവ് ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ആക്ടിവിറ്റീസ് ടീച്ചർ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങളിപ്പോ ചാപ്റ്റർ പഠിച്ചു പോവുക കേട്ടോ.
നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്തു നോക്കാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജിൽ എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു ബസ് കാണാൻ പറ്റുന്നതാണ് അല്ലേ? ദിസ് ഈസ് എ ബസ്. ദിസ് ഈസ് എ ബസ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഒരു ബസ്സാണ്. ദിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് ആണ്. ഈസ് എന്ന് വെച്ചാൽ ആണ്. ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ്. ബസ്സിന്റെ കളർ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ ബ്ലൂ ബസ്. എ ബ്ലൂ ബസ്. ഒരു നീല ബസ്. ദ ബസ് ഈസ് ബിഗ്. ബസ് എങ്ങനെയാണ്? വലുതാണ് അല്ലേ? ബസ് വലിയ വണ്ടിയാണ് അല്ലേ? ദ ബസ് ഈസ് ബിഗ്. ബിഗ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വലുതാണ്. ഇനി അവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നുണ്ടോ? എന്ത് ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? ബസിന്റെ നിറം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? വാട്ട്. വാട്ട് എന്നുള്ള ചോദ്യമാണ് നമ്മൾ എന്താണ് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? വാട്ട്. വാട്ട്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? എന്ത് കളറാണ് ബസ്സിന്? ഇറ്റ് ഈസ് ബ്ലൂ. ഇനി എന്തെന്ന് ചോദിക്കാനാണ് നമ്മൾ വാട്ട് എന്ന് ഉപയോഗിക്കുക അല്ലെ? ഇനി ഹൂ എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? ആര് എന്ന് ചോദിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഹൂ. വിച്ച്. വിച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഏത്. ഹൗ മെനി. ഹൗ മെനി ബസ്സസ് ആർ എന്ന് ചോദിച്ചാൽ എത്രയാണ്? എത്ര ബസ്സുകളുണ്ട്? എത്ര. ബിഗ് വലുത്. ബ്ലൂ നീല. ദിസ് എന്ന് വെച്ചാൽ അർത്ഥം എന്തായിരുന്നു? ഇത്. ഇത്രയും വേർഡുകളാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലേ? പിന്നെ കൗണ്ട്. കൗണ്ട് എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം അറിയാവോ? എണ്ണുക. ഫൈൻഡ് ഔട്ട് കണ്ടുപിടിക്കുക. ഹൈഡ് ഒളിക്കുക. ഈ വേർഡും കൂടെ നിങ്ങൾ അവിടെ പഠിച്ചിരിക്കുക. അപ്പൊ ഏതൊക്കെ വേർഡുകളാണ് ഇപ്പൊ പഠിച്ചത്? ഹൂ ആര്, വാട്ട് എന്ത്, വിച്ച് ഏത്, ഹൗ മെനി എത്ര, ഹൈഡ് ഹൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒളിക്കുക. ബിഗ് വലുത്, ബ്ലൂ നീല, ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാന്നൊക്കെ ചോദിക്കുകയല്ലേ? അല്ലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് ചോദിക്കാം അല്ലേ? അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട എന്നുള്ള വാക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? ഫേവറേറ്റ്. ഏതാണ്? ഫേവറേറ്റ്. FAVOURITE ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട. ദിസ് ഇത്. കൗണ്ട് ചെയ്യുക. ഹൗ മെനി ബസ്സസ് എന്ന് ചോദിച്ചാൽ എത്ര ബസ്സുകളുണ്ട്. അപ്പം കൗണ്ട് ചെയ്യാന്ന് എങ്ങനെയാണ്? കൗണ്ട് ചെയ്യുന്ന എങ്ങനെയാണ്? കൗണ്ട് ചെയ്യാന്നുള്ളത് എങ്ങനെയാണ്? COUNT കൗണ്ട് എണ്ണുക. ഫൈൻഡ് ഔട്ട് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് കണ്ടുപിടിക്കുക. ഇത്രയും വേർഡ്സുകളാണ് നിങ്ങൾ ആ ഭാഗത്തു നിന്നും പഠിച്ചിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജിൽ എന്താണ്? കാറിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ദിസ് ഈസ് എ കാർ. അപ്പം കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചതാണ് ദിസ് ഈസ് എ ബസ്. ഇവിടെ എന്താണ്? ദിസ് ഈസ് എ കാർ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ അർത്ഥം? എന്താണ്? ഇതൊരു കാറാണ്. എ റെഡ് കാർ ഒരു ചുവന്ന കാർ. ദ കാർ ഈസ് സ്മോൾ. കാർ എന്താണ്? ചെറുതാണ് അല്ലെ? സ്മോൾ എന്നുള്ള വാക്കുണ്ടോ? സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. കാറ് ചെറുതാണ്. ഇനി നമുക്ക് അവിടുന്ന് കുറെ വേർഡ്സുകളൊക്കെ ഒന്ന് പഠിക്കണം. എന്തൊക്കെ വേർഡ്സുകൾ പഠിക്കാം? റെഡ്. റെഡ് എന്ന് വെച്ചാൽ എന്താണ്? ചുവപ്പ്. സ്മോൾ ചെറുത്. വൈറ്റ് വേറെ ഏത് കളറാണ് അവിടെ പിക്ചറിലുള്ളത്? വൈറ്റ്. വൈറ്റ് കളർ എന്ന് വെച്ചാൽ എന്താണ്? വെള്ള. ഹിയർ. ഹിയർ ഇവിടെ. ദയർ അവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് വാക്കാണ്? ഹിയർ. ദയർ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ. കളർ. കളർ എന്ന് വെച്ചാൽ എന്താണ്? നിറം അല്ലെ? എല്ലാവർക്കും അറിയാം. ലുക്ക്. ലുക്ക് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നോക്കൂ അല്ലെ? ലുക്ക് അറ്റ് ദ പിക്ചർ. പിക്ചറിൽ നോക്കൂ. സ്റ്റോറി എന്താണ്? സ്റ്റോറി എന്ന് വെച്ചാൽ എന്താണ്? കഥ അല്ലേ? സ്റ്റോറി എന്ന് വെച്ചാൽ എന്താണ്? കഥ. ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ഈ പേജിൽ പഠിക്കേണ്ടത്. ഞാൻ അവിടെ ചോദ്യം കൊടുത്തിരിക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? കാറിന്റെ നിറം. വാട്ടിന്റെ അർത്ഥം എന്തായിരുന്നു? എന്താന്നല്ലേ? കാറിന്റെ നിറം എന്താണ്? അപ്പോൾ ആൻസർ എന്താണ് എഴുതേണ്ടത്? ഇറ്റ് ഈസ് റെഡ്. എന്താണ് എഴുതേണ്ടത്? ഇറ്റ് ഈസ് റെഡ്.
നെക്സ്റ്റ് പേജ് നോക്കിക്കേ, ബസ് റോഡിൽ പോവുകയാണ് അല്ലേ. അപ്പൊ അവിടെ ഒരു പോലീസ് ഓഫീസർ നിപ്പുണ്ട് അല്ലേ, ബസ്സിനെ നോക്കി നിപ്പുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഐ ആം എ ബസ്. ഐ ആം എ ബസ് എന്ന് വെച്ചാൽ എന്താണ്? ഞാനൊരു ബസ്സാണ്. നിങ്ങൾ പറയാറുണ്ടോ അല്ലേ. ഐ ആം എ ബോയ് എന്ന് വെച്ചാൽ എന്താണ്? ഞാനൊരു ബോയ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഐ ആം എ ബസ്, ഞാനൊരു ബസ്സാണ്. ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്, ഹോങ് ഹോങ് bus. The blue bus is on the road. റോഡിൽ ഏത് ബസ്സാണ്? നീല ബസ് അല്ലേ. ബ്ലൂ എന്ന് വെച്ചാൽ നീല. നീല ബസ് റോഡിലാണ്. റോഡിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത് അല്ലേ. ഓൺ ദ റോഡ്. അപ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓൺ. The blue bus is on the road. ലുക്ക്. ഇവിടെ എന്തൊക്കെ വേർഡ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത്? ലുക്ക്. പിക്ചർ നോക്കാൻ പറയുന്നത് ലുക്ക്. ലുക്ക് എന്ന് വെച്ചാൽ എന്താണ്? നോക്കുക. ഡിഫറന്റ്. പലതരത്തിലുള്ള ബസ്സുകളൊക്കെ ഉണ്ട് അല്ലേ, പലതരത്തിലുള്ള വണ്ടികളുണ്ട്. അപ്പൊ പലതരം എന്ന് പറയുന്നതിനുള്ള വാക്ക് ഏതാണ്? ഡിഫറent. DIFFERENT. ഗോ. ഗോ എന്ന് വെച്ചാൽ എന്താണ്? പോകുക. ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് അർത്ഥം അറിയാവോ? കൂട്ടം. വേ, വഴി. റോഡെന്ന് നമ്മൾ പഠിച്ചു. വഴി എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? വേ. തിങ്സ്. THINGS. തിങ്സ്. എന്താണ് തിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? വസ്തുക്കള്. ഗ്രീൻ കളർ. ഗ്രീൻ കളർ എന്ന് വെച്ചാൽ എന്താണ്? പച്ച. ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ എന്താണ്? കറുപ്പ്. ബൈസൈക്കിൾ. ബൈസൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? സൈക്കിൾ അല്ലേ. ഇനി അവിടെ ഒരു ഉദ്യോഗസ്ഥൻ നിൽപ്പുണ്ട് അല്ലേ. ഉദ്യോഗസ്ഥന്റെ ഇംഗ്ലീഷ് എന്താണ്? ഓഫീസർ. എന്താണ്? ഓഫീസർ. ഈ പാഠത്തെ ബേസ് ചെയ്തുള്ള വാക്കുകളാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ വാക്കുകളെല്ലാം മനഃപ്പാഠമാക്കി പഠിച്ചിരിക്കണം. പാഠത്തിലുള്ളത് മാത്രം പഠിക്കരുത്. പാഠത്തെ ബേസ് ചെയ്തുള്ള വാക്കുകളാണ് ടീച്ചർ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വാക്കുകളും കൂടെ പഠിച്ചിരിക്കുക. ഇനി വേർ ഈസ് ദ ബസ് ഗോയിങ്. വേർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എവിടെ. ബസ് എവിടാണ് പോകുന്നത്? എവിടെയാണ് പോകുന്നത്? ഓൺ ദ റോഡ് അല്ലെ, റോഡിൽ. ഇനി ഹൂ ഈസ് ലുക്കിംഗ് അറ്റ് ദ ബസ്. ആരാണ് ബസ്സിനെ നോക്കി നിൽക്കുന്നത്? ഹൂ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഹൂ എന്ന് വെച്ചാൽ എന്താണ്? ആര്. ആരാണ് ബസ്സിനെ നോക്കി നിൽക്കുന്നത്? എ പോലീസ് ഓഫീസർ ഈസ് ലുക്കിംഗ് അറ്റ് ദ ബസ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ബസ്സിനെ നോക്കി നിൽക്കുന്നത്. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. നെക്സ്റ്റ് പേജിൽ എന്താണ്? കാർ ആണല്ലേ. ഐ ആം എ കാർ. ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. ഞാനൊരു കാറാണ്. ഞാനൊരു കാറാണ്. ടൂട്ട് ടൂട്ട് കാർ. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. എന്താണ്? ചുവന്ന കാർ റോഡിലാണ് അല്ലേ. വേർ ഈസ് ദ കാർ ഗോയിങ്. കാർ എവിടെയാണ് പോകുന്നത്? ഓൺ ദ റോഡ്. എവിടെയാണ്? ഓൺ ദ റോഡ്. റോഡിലാണല്ലേ. നെക്സ്റ്റ് പേജ് എടുത്തോളൂ കേട്ടോ. ആ പേജിൽ പ്രത്യേകിച്ചൊന്നും വേർഡ്സ് ഇല്ല. നമ്മൾ കഴിഞ്ഞ പേജിൽ പഠിച്ച വേർഡ്സുകളൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, പുതിയ പേജ് എടുത്തേ. നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് 12. ഐ ഹാവ് എ ഹോൺ. ഹോങ് 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 ഹോൺ. എനിക്കൊരു ഹോണുണ്ട്. ഹോങ് ഹോങ് ഹോൺ അല്ലേ. ഹോങ് ഹോങ് എന്നടിക്കുന്നതാണ് ബസ്സിന്റെ ഹോൺ. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് എന്താണ്? ഒരു ഹോൺ ഉണ്ട്. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. അതെന്താണ്? ഹോങ് ഹോങ് എന്ന സ്വരം ഉണ്ടാക്കുന്നു. എന്ത് സ്വരമാണ് ഉണ്ടാക്കുന്നത്? ഹോങ് ഹോങ് എന്ന് പറയുന്ന സ്വരം ഉണ്ടാക്കുന്നു. അപ്പൊ വാട്ട് ഈസ് ദ ബസ് സെയിങ്. ബസ് എന്താണ് പറയുന്നത്? ബസ് എന്താണ് പറയുന്നത്? ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അവിടെ നോക്കി, അവിടെ പുസ്തകത്തിൽ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ. ബസ്സിന് ഒരു ഹോൺ മാത്രമേ ഉള്ളൂ ആണോ? അല്ല അല്ലേ, വേറെയും ഭാഗങ്ങളുണ്ട് അല്ലേ. ബസ്സിന് ഒരു ഹോൺ മാത്രമേ ഉള്ളൂ? അല്ല, വേറെയും ഭാഗങ്ങളുണ്ട്. നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ബസ്സിന്റെ മറ്റു ഭാഗങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബസ്സിന് വേറെ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? വീലുണ്ട് അല്ലേ. വീൽ എന്ന് വെച്ചാൽ എന്താണ്? ചക്രം. ലൈറ്റ് ഉണ്ട്. പിന്നെന്താണ്? ഡോർ. ഡോർ എന്ന് വെച്ചാൽ എന്താണ്? വാതില്.
സീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇരിപ്പിടം ഉണ്ട് അല്ലേ? ഇനി ഹൂ ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ബസ്? ബസ്സിനടുത്ത് ആരാണ് നിൽക്കുന്നത്? എ പോലീസ് ഓഫീസർ. ഹൂ ഈസ് വാക്കിംഗ് ദയർ? അതിൽ ആരാണ് നടക്കുന്നത്? നോക്കിക്കേ, പോലീസ് ഓഫീസിന്റെ അടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ടോ? ആരാണ്? പൂവൻകോഴി അല്ലേ? പൂവൻകോഴിയുടെ വാക്ക് എന്താണ് നമ്മൾ പഠിച്ചത്? എ കോക്ക്. നിങ്ങൾ നല്ല പിള്ളേരാണല്ലോ, എല്ലാം പറയുന്നുണ്ട് അല്ലേ? എ കോക്ക്. പൂവൻകോഴിയുടെ എന്താണ്? എ കോക്ക്. ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് വേർഡ്സ് പഠിക്കാം. സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദം അല്ലേ? പാർട്സ് ഏതൊക്കെ പാർട്സുകളുണ്ട്? പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഭാഗം. വീൽ ചക്രം, സീറ്റ് ഇരിപ്പിടം, ഡോർ വാതിൽ, വാക്കിംഗ് നടക്കുന്നു. നിൽക്കുക എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? സ്റ്റാൻഡിങ്. സെയിങ് പറയുന്നു എന്നുള്ള വാക്കാണ് സെയിങ്. കോക്ക് പൂവൻകോഴി, ഹെൻ പിടക്കോഴി. നെക്സ്റ്റ് പേജ് എടുത്തേ. അടുത്തത് കാറാണ്. കാറിന് എന്തൊക്കെ ഉണ്ടെന്നാണ് കാറ് പറയുന്നത്. ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. എനിക്ക് എന്താണ്? വെളിച്ചമുണ്ട്, വെള്ള വെളിച്ചം. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്, ദേ ആർ വൈറ്റ്. കാറിന് എത്ര ലൈറ്റ് ഉണ്ട്? 2 ലൈറ്റുകളുണ്ട് അല്ലേ? ഇവിടെ നോക്കിക്കേ, ഫ്രണ്ടിലായിട്ട് കാണാം അല്ലേ? കാറിന് 2 ലൈറ്റ് ഉണ്ട്. അവയുടെ കളർ എന്താണ്? വെള്ളയാണ്. അവ എന്ന് വെച്ചാൽ എന്താണ്? അവ ദേ ആർ വൈറ്റ്. അപ്പൊ അവ വെള്ളയാണ്. ഉണ്ട് എന്ന് പറയുന്നത് ഹാസ്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് 2 ലൈറ്റ് ഉണ്ട് എന്ന് പറയും. ഇനി അവിടെ എന്തൊക്കെ വേർഡ്സുകൾ പഠിക്കണം നമ്മള്? വാച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നോക്കുക. ഹൈഡ് നമ്മൾ ആദ്യത്തെ പേജിൽ പഠിച്ചായിരുന്നു അല്ലേ? ഒളിച്ചിരിക്കുക. ബിഹൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? പുറകിൽ. ബുഷസ് അവിടെ കുറ്റിച്ചെടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ബുഷസ് എന്ന് വെച്ചാൽ എന്താണ്? കുറ്റിച്ചെടികൾ. ലേ എഗ് മുട്ടയിടുക. എന്താണ്? മുട്ടയിടുക. വാച്ചിങ് നോക്കുന്നു. വാച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? നോക്കുന്നു. ഇനി ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാവേ. ദ കാർ ഹാസ് മെനി പാർട്സ്, ക്യാൻ യു നെയിം ദം? കാറിന് എന്താണ്? പല ഭാഗങ്ങളുണ്ട് അല്ലേ? അപ്പം കാറിന്റെ ഭാഗങ്ങളുടെയൊക്കെ പേരെഴുതാവോ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്തൊക്കെയുണ്ട്? സീറ്റ്, വീല്, ലൈറ്റ്, മിറർ, സ്റ്റിയറിംഗ് അല്ലേ? സീറ്റ് ഉണ്ട്, ഇരിപ്പിടമുണ്ട്, വീൽ എന്താണ്? ചക്രമുണ്ട്, ലൈറ്റ് ഉണ്ട്, മിറർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണാടിക്കാണ് നമ്മൾ മിറർ എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് അല്ലേ? ഇതൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ കാർ കാണും, അപ്പൊ നിങ്ങളെല്ലാം കണ്ടിട്ട് കാണും. ഹൂ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദ ബുഷസ്? ബുഷസിൽ ഇപ്പൊ നമ്മൾ പഠിച്ചല്ലേ? ബുഷസ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? കുറ്റിച്ചെടി. അപ്പൊ ആരാണ് അവിടെ കുറ്റിച്ചെടിയുടെ അവിടെ? ആ പടത്തിൽ നോക്കിക്കേ, ഒളിച്ചിരിക്കുന്ന ആരാണ്? ഹെൻ അല്ലേ? ഒരു പിടക്കോഴിയാണ്. വാട്ട് ഈസ് ദ ഹെൻ ഡൂയിങ്? പിടക്കോഴി എന്ത് ചെയ്യാണ്? നിങ്ങളുടെ വീട്ടിലൊക്കെ കോഴി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള്? മുട്ടയിടാനിരിക്കുന്ന കണ്ടിട്ട് കാണും അല്ലേ? ഷീ ഈസ് ലേയിങ് എഗ്. അവൾ എന്ത് ചെയ്യാണ്? മുട്ടയിടുകയാണ്. മുട്ടയിടുക എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? ലേ എഗ്. ഹു ഈസ് വാച്ചിങ് ദ ഹെൻ? ആരാണ് കോഴിയെ നോക്കുന്നത്? ആരാണ് കോഴിയെ നോക്കുന്നത്? റാറ്റ്. കണ്ടോ? റാറ്റ് നോക്കുന്നത് കണ്ടോ? ബൈനോക്കുലറിൽ കൂടെ റാറ്റ് നോക്കുകയാണല്ലേ? ആരാണ്? റാറ്റ്. ഒരു എലി അവളെ നോക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജ് എടുത്തേ. ഐ റൺ ഫാസ്റ്റ്. ഞാൻ വേഗത്തിൽ ഓടുന്നു. റൺ എന്ന് വെച്ചാൽ എന്താണ്? ഓടുക അല്ലേ? ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വേഗത്തിൽ ഓടുന്നു. ഹൂ ആർ വാച്ചിങ് ദ ഫാസ്റ്റ് മൂവിങ് ബസ്? ആരൊക്കെയാണ് വേഗത്തിൽ ഓടുന്ന ബസ്സിനെ നോക്കി നിൽക്കുന്നത്? എ പോലീസ് ഓഫീസർ, പിന്നെ ആരാണ്? കൗ, കോക്ക് ആൻഡ് മങ്കി. അവിടെ പടത്തിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയാണ്? പോലീസ് ഓഫീസർ, കൗ എന്ന് വെച്ചാൽ എന്താണ്? പശു, കോക്ക് പൂവൻകോഴി, പിന്നെ ആരാണ്? മങ്കിയുടെ മലയാളം എന്താണ്? കുരങ്ങ്. റൺ എന്ന് വെച്ചാൽ ഓടുക, ഫാസ്റ്റ് വേഗത്തിൽ, മൂവിങ് നീങ്ങുന്ന, കൗ പശു, മങ്കി കുരങ്ങ്. നെക്സ്റ്റ് പേജ് എടുത്തേ. മീ ടു ഞാനും. ദ ബസ് റൺസ് ഫാസ്റ്റ്. ബസ് എന്ത് ചെയ്യാണ്? ഫാസ്റ്റ് വേഗത്തില് ഓടുന്നു.
ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും എന്ത് ചെയ്യാണ്? വേഗത്തില് ഓടുകയാണ് അല്ലെ. രണ്ടും എന്താണ്? വേഗത്തിലാണ് ഓടുന്നത്. ഹൂ ആർ വാച്ചിങ് ദ കാർ? ആരൊക്കെയാണ് കാറിനെ നോക്കുന്നത് നോക്കിക്കേ. കാർ പോകുന്നതിന്റെ സൈഡ് നോക്കിക്കേ, ആരൊക്കെയാണ്? ദ മൗസ് ആൻഡ് ദ hen. The car and the bus run fast. Is it good? കാറും ബസ്സും വേഗത്തിൽ ഓടുന്നു, അത് നല്ലതാണോ? അല്ല അല്ലേ. രണ്ടും വേഗത്തിൽ ഓടിയ എന്താണ്? ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാം അല്ലേ. അപ്പം ആൻസർ എന്താണ് എഴുതേണ്ടത്? നോ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. എന്താണ് എഴുതേണ്ടത്? നോ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഹോങ് ഹോങ് ഹേ കാർ ഗീവ് വേ. ഹോങ് ഹോങ് ഹേ കാർ, വഴി തരാൻ പറയാണ്. വേ എന്ന് വെച്ചാൽ എന്താണ്? വഴി അല്ലേ. നമ്മൾ മുമ്പത്തെ പേജിൽ പഠിച്ചതായിരുന്നു. വേ എന്ന് വെച്ചാൽ എന്താണ്? വഴി തരൂന്ന് പറയുകയാണ്. സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ ഷൗട്ട് ചെയ്ത് പറയാണല്ലേ. എന്താ പറഞ്ഞേ? നിർത്തൂ. പോലീസ് ഉദ്യോഗസ്ഥന് അലറി വിളിക്കുന്നു. ഷൗട്ട് ചെയ്യാന്ന് വെച്ചാൽ അലറി വിളിക്കുക. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് പക്ഷെ നിർത്തിയോ? ഇല്ല. ഡസ് നോട്ട് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്തുക. നോട്ട് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്തിയില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും നിർത്തിയില്ല. അപ്പൊ ഹൂ ആർ വാച്ചിങ് ദ ബസ്? ആരൊക്കെയാണ് ബസ്സിനെ നോക്കുന്നത്? എ മങ്കി ആൻഡ് ടു ലിറ്റിൽ ബേർഡ്സ്. ഹൂ ഈസ് ദ പോലീസ് ഓഫീസർ? ആരാണ് പോലീസ് ഓഫീസർ? നിങ്ങൾ നോക്കിക്കേ, ആരാണ് പോലീസ് ഓഫീസർ? ഒരു ബിയർ ആണല്ലേ, ഒരു കരടിയാണ്. എ ബിയർ ഈസ് ദ പോലീസ് ഓഫീസർ. ആരാണ്? എ ബിയർ ഈസ് ദ പോലീസ് ഓഫീസർ. ഷൗട്ട് എന്ന് വെച്ചാൽ എന്താണ്? അലറുക. ടു ലിറ്റിൽ ബേർഡ്സ്, രണ്ട് ചെറിയ പക്ഷികൾ. ഹാപ്പൻ, 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 HAPPEN, ഹാപ്പൻ എന്ന് വെച്ചാൽ എന്താണ്? സംഭവിക്കുക. ആക്സിഡന്റ്, അപകടം. മൂവ്, മൂവ് ചെയ്യാന്ന് വെച്ചാൽ നീങ്ങുക. സ്റ്റോപ്പ്, നിർത്തുക. റണ്ണിങ് ആഫ്റ്റർ, പുറകെ ഓടുക. എഗ്, എഗ് എന്ന് വെച്ചാൽ എന്താണ്? മുട്ട. സ്റ്റോപ്പ്, നിർത്തൂ. ടു ടൂട്ട്, യു മൂവ്, നീ മാറൂ. വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? ആൻ ആക്സിഡന്റ് വിൽ ഹാപ്പൻ നൗ അല്ലേ. ഇപ്പോൾ ഒരു അപകടം സംഭവിക്കും. ഹൂ ഈസ് റണ്ണിങ് വിത്ത് ദ എഗ്? ആരാണ് അതിന്റെ ഇടയ്ക്ക് മുട്ടയും കൊണ്ട് ഓടുന്നത്? നോക്കിക്കേ, ആരാണ് മുട്ടയും കൊണ്ട് ഓടുന്നത്? ദ മൗസ് ഈസ് റണ്ണിങ് വിത്ത് ദ എഗ്. വാട്ട് ഈസ് ദ ഹെൻ ഡൂയിങ്? പിടക്കോഴി എന്താണ് ചെയ്യുന്നത്? ഷീ ഈസ് റണ്ണിങ് ആഫ്റ്റർ ദ മൗസ് അല്ലേ. അവൾ എന്ത് ചെയ്യാണ്? എലിയുടെ പുറകെ ഓടുകയാണ്. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും തമ്മിൽ നോക്കിക്കേ, എന്ത് ചെയ്തു? തമ്മിൽ കൂട്ടിയിടിച്ചല്ലേ. ദ കൗ ആൻഡ് ദ കോക്ക് റാൻ അവേ വിത്ത് ഫിയർ അല്ലെ. പശുവും പൂങ്കോഴി എന്ത് ചെയ്തു? അവർ ഓടി അല്ലെ, പേടിച്ച് ഓടി. ദ മങ്കി ക്ലൈംബ്ഡ് ഓൺ എ റോക്ക്. കുരങ്ങൻ എന്ത് ചെയ്തു? നോക്കിക്കേ, കുരങ്ങൻ എന്താണ് ചെയ്തത്? ഒരു പാറയുടെ മുകളിൽ കയറിയിരുന്നു. ക്ലൈംബ് എന്ന് വെച്ചാൽ കയറുക. റോക്ക്, പാറ. ഹിറ്റ്, ഇടിക്കുക. എവേ, ദൂരെ. ഫിയർ, പേടി. വെയർ, എവിടെ. സൈഡ്, അരികിൽ. ഡൂയിങ്, ചെയ്യുന്നു. ഫ്ലൈങ്, പറക്കുന്നു. ട്രൈങ് എന്ന് വെച്ചാൽ എന്താണ്? ശ്രമിക്കുന്നു. ടേക്ക്, എടുക്കുക. ഈച്ച് അതർ, തമ്മിൽ. ഇനി വേർ ഈസ് ദ പോലീസ് ഓഫീസർ? പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെയാണ്? ഹി ഈസ് ഓൺ ദ റോഡ്. വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? എന്താണ്? വണ്ടി അടിച്ചു കഴിയുമ്പോൾ പോലീസുകാർ വന്ന് എന്താ ചെയ്യുന്നത്? ഹി വിൽ ടേക്ക് എ കേസ് അല്ലേ, അയാള് കേസ് എടുക്കും. വാട്ട് ആർ ദ ബേർഡ്സ് ഡൂയിങ്? ബേർഡ്സ് എന്ത് ചെയ്യുക? നോക്കിക്കേ, പക്ഷികൾ എന്താണ് ചെയ്യുന്നത്? പിക്ചർ നോക്കിക്കേ, എന്ത് ചെയ്യാണ് അവര്? ദേ ആർ ഫ്ലൈയിങ് അവേ അല്ലേ, അവർ ദൂരേക്ക് പറന്നുപോയി. പിന്നെന്താണ്? വാട്ട് ഈസ് ദ ഹെൻ ഡൂയിങ്? പിടക്കോഴി എന്താണ് ചെയ്യുന്നത്? ഷീ ഈസ് ട്രൈങ് ടു ടേക്ക് ഹെർ എഗ് അല്ലേ, അവൾ അവളുടെ മുട്ടയെടുക്കാൻ ശ്രമിക്കുകയാണ്. അവൾ അവളുടെ മുട്ടയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദ ഹോൺ ഫെൽ ഡൗൺ. ഹോൺ എന്ത് ചെയ്തു? താഴെ വീണ് അല്ലെ. ഊച്ച്
മൈ ഹോൺ, അയ്യോ എൻ്റെ ഹോൺ. ഓ മൈ ലൈറ്റ്, ഓ എൻ്റെ ലൈറ്റ് കാറുകാരനും പറയാണ് അല്ലേ. ദ ഹോൺ ഫെൽ ഡൗൺ, ഹോൺ താഴെ വീണു. ഫെൽ ഡൗൺ, ഫെൽ എന്ന് വെച്ചാൽ വീണു, ഡൗൺ എന്ന് വെച്ചാൽ താഴെ. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ, കാറിന്റെ ലൈറ്റ് എന്ത് ചെയ്തു, താഴെ വീണു. ഇനി അവിടെ എന്തൊക്കെ വേർഡ്സുകൾ പഠിക്കണം? ഹോൺ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, ലൈറ്റ്, ഫെൽ വീണു, ഡൗൺ താഴെ, ഡക്ക് താറാവ്, ക്രൈങ് കരയുന്നു, അറ്റാക്ക് ആക്രമിക്കുക, ടുക്ക് എടുത്തു, ഡു ചെയ്യുക, ബൈക്ക് തിരികെ, സി കാണുക, നോ അറിയുക, ട്രിക്ക് സൂത്രം, മോങ്കൂസ് കീരി, കീരിയുടെ ഇംഗ്ലീഷ് എന്താണ്? മോങ്കൂസ്. ഹിറ്റ് ഇടിക്കുക. വാട്ട് ഹാപ്പൻ ടു ദ ബസ്, ബസ്സിന് എന്ത് സംഭവിച്ചു? ദ ബസ് ഹോൺ ഫെൽ ഡൗൺ അല്ലെ, ബസ്സിന്റെ ഹോൺ താഴെ വീണു. വാട്ട് ഹാപ്പൻ ടു ദ കാർ, കാറിന് എന്ത് സംഭവിച്ചു? ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ, കാറിന്റെ ലൈറ്റ് താഴെ വീണു. ഹു ഈസ് സ്റ്റാൻഡിങ് നിയർ ദ കൗ, പശുവിന്റെ അടുത്ത് ആരാണ് നിൽക്കുന്നത്? എ ഡക്ക് അല്ലേ, ഒരു താറാവാണ് പശുവിന്റെ അടുത്ത് നിൽക്കുന്നത്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അവര് തമ്മിൽ, കാറുകാരും ബസ്സുകാരും തമ്മിൽ പറയാണ് ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ്. നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പൊ മറ്റേ ആള് പറയാണ് അല്ല, അത് നിന്റെ മിസ്റ്റേക്ക് ആണ്, നിന്റെ തെറ്റാണ്. മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എന്താണ്? തെറ്റാണ്, അത് നിന്റെ തെറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറയുകയാണ്. അപ്പോൾ അവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ദ ബസ് ഈസ് ആംഗ്രി അല്ലെ, ആംഗ്രി എന്ന് വെച്ചാൽ എന്താണ്? ബസ് ദേഷ്യത്തിലാണ്. ദ കാർ ഓൾസോ ഈസ് ആംഗ്രി, കാറും എന്താണ്? ദേഷ്യത്തിലാണ് അല്ലെ, കാറും ദേഷ്യത്തിലാണ്. ദ ബസ് ആൻഡ് ദ കാർ ഫൈൻഡ് ഫോൾട്ട് വിത്ത് ഈച്ച് അതർ, എന്താണ്? ബസ്സും കാറും പരസ്പരം എന്താണ്? അവരവരുടെ ഫാൾട്ട്, കുറ്റങ്ങള് കണ്ടുപിടിച്ചു. വൈ ഈസ് ദ ബസ് ആംഗ്രി, എന്തുകൊണ്ടാണ് ബസ് ദേഷ്യപ്പെടുന്നത്? ബിക്കോസ് ദ കാർ ഡിഡ് നോട്ട് സ്റ്റോപ്പ്, കാരണം കാറ് നിർത്തിയില്ല അല്ലെ. വൈ ഈസ് ദ കാർ ആംഗ്രി, കാറുകാരൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ബിക്കോസ് ദ ബസ് ഡിഡ് നോട്ട് സ്റ്റോപ്പ്, കാരണം ബസ് നിർത്തിയില്ല. മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എന്താണ്? തെറ്റ്. ആംഗ്രി ദേഷ്യം, ഫോൾട്ട് കുറ്റം, ഫൈൻഡ് കണ്ടുപിടിക്കുക, ഈച്ച് അതർ പരസ്പരം, ബിക്കോസ്, ബിക്കോസ് എന്ന് വെച്ചാൽ എന്താണ്? കാരണം. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിന്റെ തെറ്റാണ്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ് അല്ലേ, നിന്റെ തെറ്റാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തർക്കിക്കുകയാണ്. ഐ ആം സോറി സാർ, എന്നോട് ക്ഷമിക്കൂ സാർ. ആരാണ് പറഞ്ഞത്? ബസ്സുകാരൻ പറയുവാണ് എന്നോട് ക്ഷമി. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ കാറുകാരനോടും എന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ മെയിൻ കൂടി തെറ്റാണ്. സോറി സാർ. അപ്പം കാറുകാരനും എന്ത് പറഞ്ഞു? ക്ഷമിക്കൂ സാർ. സോറി എന്നുള്ളതിന്റെ വാക്കാണ് ക്ഷമിക്കൂ. നമ്മള് തെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സോറി പറയാറുണ്ട് അല്ലെ. അപ്പൊ രണ്ട് ബസ്സുകാരനും കാറുകാരനും എന്ത് ചെയ്തു? സോറി പറയുകയാണ്. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്, ആരാണ് റോഡിൽ കുറ്റം ചെയ്തത്? ആരാണ് റോഡിൽ കുറ്റം ചെയ്തത്? ബോത്ത് ദ ബസ് ആൻഡ് ദ കാർ മെയ്ഡ് മിസ്റ്റേക്ക് അല്ലെ, രണ്ടും അല്ലെ, ബസ്സും കാറും തെറ്റ് ചെയ്തു. വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ, പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നത്? ദ പോലീസ് ഓഫീസർ സേസ് ദാറ്റ് ബോത്ത് മെയ്ഡ് മിസ്റ്റേക്ക്, പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് രണ്ടുപേരും തെറ്റ് ചെയ്തു എന്നാണ്. ഹിയർ ഈസ് യുവർ ഹോൺ, എന്താ? നിന്റെ ഹോൺ. ഹിയർ ഈസ് യുവർ ലൈറ്റ്, ഇതാ നിന്റെ ലൈറ്റ്. അപ്പൊ അവരത് കൗവും മങ്കിയൊക്കെ എടുത്തുകൊണ്ടേ ഹെൽപ്പ് ചെയ്യുവാണ് അല്ലെ. അപ്പം ദ ഹോൺ, അവരെ സഹായിക്കുകയാണ് അല്ലെ. ഹെൽപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സഹായിക്കുക. ഗുഡ് നല്ലത്. ഈച്ച് അതർ പരസ്പരം. ലക്കി, ലക്കി എന്ന് വെച്ചാൽ എന്താണ്? ഭാഗ്യമുള്ള. ബ്രേക്ക് പൊട്ടിക്കുക. റെഡി തയ്യാറ്. ലക്കി ഭാഗ്യമുള്ള, ബ്രേക്ക് പൊട്ടിക്കുക, റെഡി എന്ന് വെച്ചാൽ തയ്യാർ. അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹൂ ഹെൽപ്സ് ദ ബസ്, ആരാണ് ബസ്സിനെ സഹായിക്കുന്നത്? ദ മങ്കി ഹെൽപ്സ് ദ ബസ്. ഹൂ ഹെൽപ്സ് ദ കാർ, ആരാണ് കാറിനെ സഹായിക്കുന്നത്? ദ കൗ ഹെൽപ്സ് ദ കാർ. അപ്പം ദ ഹോൺ ഈസ് റെഡി, ഹോൺ
റെഡിയാണ്. ദ ലൈറ്റ് ഈസ് റെഡി, ലൈറ്റും റെഡിയാണ്. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി അല്ലേ, ബസ്സും കാറും സന്തോഷത്തിലാണ്. ഹാപ്പി എന്ന് വെച്ചാൽ എന്താണ്, സന്തോഷം. ബസ്സും കാറും സന്തോഷത്തിലാണ്. താങ്ക് യു സാർ, എന്താണ്, അവർ കാറുകാരൊക്കെ എന്ത് ചെയ്യാണ്, നന്ദി പറയാണ് അല്ലേ, നന്ദി സാറിന് അവരോട് എല്ലാവരോടും പറയാണ്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തായിരിക്കും പറയുന്നത്, ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് അല്ലേ, ഇനി ഇത് ആവർത്തിക്കരുത്. ബൈ സാർ, ബസ്സുകാരനും എന്ത് പറയുന്നുണ്ട്, ഒരു ബൈ ബസ്സുകാരനും ഒരു ബൈ പറയാണ് അല്ലേ, അവരോട് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബൈ പറഞ്ഞ് അവര് പോവുകയാണ്. The car said, thank you, sir. The bus said, bye, sir. Everybody waved hands at them. അല്ലേ, എല്ലാവരും അവർക്ക് നേരെ എന്ത് ചെയ്യാണ്, കൈ വീശുന്നുണ്ട് അല്ലേ. വാവ്ഡ് എന്ന് പറഞ്ഞാൽ കൈ വീശുക. Drive carefully. We are taking him to the hospital. One of the mice said. സൂക്ഷിച്ചു വണ്ടി ഓടിക്കൂ, ഞങ്ങൾ ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. എലികളില് ഒരാള് പറയുകയാണ് അല്ലേ, അവിടെ ചുമന്നുകൊണ്ട് പോകുന്ന കണ്ടോ എലികള്. അപ്പം ഡ്രൈവ് കെയർഫുള്ളി, വി ആർ ടേക്കിംഗ് ഹിം ടു ദ ഹോസ്പിറ്റൽ. വൺ ഓഫ് ദ മൈസ് വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ, അവരിനി വേഗത്തിൽ പോകുമോ, ഇല്ലായിരിക്കും അല്ലേ, ഇല്ലെന്ന് വിചാരിക്കുക അല്ലേ. ഐ തിങ്ക് നോ, ലെറ്റസ് ഹാച്ച് ദിസ് എഗ്. അപ്പം കോക്ക് എന്തായിരിക്കും പറയുന്ന, കോക്കനോടാണ് ചോദിക്കുന്നത് അല്ലേ, അവരിനി വേഗത്തിൽ പോകുമോ, ഇല്ലായിരിക്കും അല്ലേ. ഐ തിങ്ക് നോ. ഇവിടെ എന്തൊക്കെ വേർഡ്സ് ആണ് പഠിച്ചത്, താങ്ക് യു എന്ന് വെച്ചാൽ എന്താണ്, നന്ദി. എവരിബഡി എല്ലാവരും. വാവ് ഹാൻഡ്സ് കൈ വീശുക. കെയർഫുള്ളി സൂക്ഷിച്ച്. ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, ആശുപത്രി. ഹാച്ച്, ഹാച്ച് എന്ന് വെച്ചാൽ എന്താണ്, വിരിയിക്കുക. ഹാച്ച് വിരിയിക്കുക. ഈ ചെറിയൊരു പോയം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഗ്രീൻ ട്രീസ് ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. പച്ചമരങ്ങളെ പച്ചമരങ്ങളെ നിങ്ങൾ എത്ര സുന്ദരം. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എത്ര സന്തോഷം. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. നീലക്കിളികളെ നീലക്കിളികളെ നിങ്ങൾ എത്ര സുന്ദരം, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എത്ര സന്തോഷം. ആക്ടിവിറ്റീസ് ടീച്ചർ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ബിഹൈവ് ആക്ടിവിറ്റി ബുക്കിലെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.